Hello viewers, Namaste, welcome to another new video of WinTrader. എൻ്റെ പേര് Ganga Dev. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. അതിനകത്ത് ഞാനിപ്പം FINNIFTY കൂടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ FINNIFTYയുടെ ചാർട്ട് കാണിക്കുന്നത്, ലൈവിൽ കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ BANKNIFTY NIFTY കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സോഫ്റ്റ് ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ് ട്രേഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സോഫ്റ്റാണ്. അപ്പം നമുക്ക് സോഫ്റ്റ് റിയൽ ടൈമിൽ വർക്ക് ചെയ്യുന്ന പ്രഡിക്ഷൻ അല്ല, നമ്മൾ റിയൽ ടൈമിൽ വർക്ക് ചെയ്ത ശേഷമാണ് സിഗ്നൽസ് കാണിച്ചിരുന്നത്. അപ്പോൾ സോഫ്റ്റ് തരുന്ന സിഗ്നൽസ് എല്ലാം കൺഫേം ആയിരിക്കത്തില്ല. കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരുപാട് ചോദിച്ചത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആക്ച്വലി ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സാണ്. ഇത് നമ്മൾ ഫീഡ് ചെയ്യുന്ന പ്രോഗ്രാം ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതിനകത്ത് നമ്മൾ ഫീഡ് ചെയ്യുന്ന റിയൽ ടൈം ഡാറ്റ അതിൻ്റെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കാണിച്ചു തരുന്നതാണ് സോഫ്റ്റ് നമുക്ക് സിഗ്നൽസ്. ഈ സിഗ്നൽ വരുമ്പോൾ സോഫ്റ്റ് അതിന് നമുക്ക് ഇൻഡിക്കേഷൻ തരും. ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരെ ഇൻഡിക്കേഷൻ തരും. അതിനകത്ത് എഴുതി കാണിച്ചു തരും. ഇതിനകത്ത് ഏത് രീതിയിൽ ബൈ ചെയ്യണം സെൽ ചെയ്യണം ഡീറ്റെയിൽസ് അതിനകത്ത് എഴുതി കാണിച്ചു തരും. ആ സെയിം ടൈമിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് ഏറ്റവും മേഖലത്തെ ഡാഷ്ബോർഡിൽ എഴുതി കാണിച്ചു തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ FINNIFTYയിൽ നമുക്ക് ഇന്നലെ വന്നതാണ് ഈ ഒരു വൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഡേ സെപ്പറേഷൻ ലൈനാണ്. ഇത് കണ്ടോ. അപ്പോൾ നമുക്ക് ഇന്നലെ ലാസ്റ്റ് വന്ന ബൈ ആണ്, ഒരു 3 മണി കഴിഞ്ഞപ്പോൾ വന്നതാണ് 18,281 നമുക്ക് ഇതിനകത്ത് ബൈ വന്ന്. അപ്പോൾ ആ ഒരു ബൈ നമുക്ക് സിഗ്നൽസ് വരുമ്പോഴത്തേക്ക് നമുക്ക് സോഫ്റ്റ്വെയർ അലേർട്ട് മെസ്സേജ് വരും, മേഖല എഴുതി കാണിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സിഗ്നൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം കൺഫേം ആയിരിക്കത്തില്ല. അപ്പം നമുക്ക് ഇതിനകത്ത് കൺഫർമേഷൻ ചെക്ക് ചെയ്യാൻ 2 ഇൻഡിക്കേറ്റർ ഇട്ടുണ്ട്, കൺഫർമേഷൻ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ട്രേഡ് എടുത്തേച്ചാൽ മതിയാവും. അപ്പം നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഓൾറെഡി സ്ട്രൈക്ക് പ്രൈസ് അവൈലബിൾ, അതായത് ഫോർ എക്സാമ്പിൾ CEBയുടെ സെപ്പറേറ്റ് പ്രീമിയം ചാർട്ട് അവൈലബിൾ ആണ്. അപ്പോൾ FINNIFTYയിൽ നമുക്കതില്ല, പക്ഷേ ഡയറക്റ്റ് ഇത് നോക്കി തന്നെ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ബൈ സിഗ്നൽ വന്നു കഴിയുമ്പോഴത്തേക്കും താഴെ 2 കൺഫർമേഷൻ പാരാമീറ്റേഴ്സാണ് ഞാൻ പറയുന്നത്. ആരോ വന്നു കഴിയുമ്പോൾ ഇതുപോലെ പ്രൈസ് ഇവിടെ ബൈ സോണെന്ന് എഴുതിയും കാണിക്കും, സോഫ്റ്റ് തന്നെ കാണിച്ചു തരും. നമ്മൾ കൺഫേം ആണെന്ന് നോക്കിയാൽ മതി. പിന്നെ ആരോടെ താഴത്തെ ബാറില്ല, അത് ഗ്രീൻ ആയിരിക്കണം. ഇത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോൾ ഓപ്ഷൻ ഇന്ന മണി ഔട്ട് ഓഫ് ദ മണി ഇതിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടത് അതിൻ്റെ കോൾ ഓപ്ഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന FINNIFTY ആണ്. ഇപ്പോൾ ഇത് റിയൽ ടൈം ലൈവ് മാർക്കറ്റാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഇന്നലത്തെ ബൈ ഇന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം കണ്ടിന്യൂഷനിൽ ട്രേഡ് എടുക്കുന്ന വിധം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ റെസിസ്റ്റൻ്റ് ബ്രേക്ക്, അതായത് ബ്രേക്ക് ഔട്ട് വന്ന ശേഷം നമ്മൾ എടുക്കാവുള്ളൂ. ഈ ബൈ ട്രെൻഡ് കണ്ടിന്യൂ ആണ്. ഒന്ന് ചെറുതായിട്ട് ഇറങ്ങി ഈ ഒരു ലെവലിലാണ് ബ്രേക്ക് ചെയ്ത് കയറി. അപ്പോൾ നമ്മൾ ഈ ലെവലിലെന്ന് വെച്ചാൽ ആ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തൊട്ട് കാണിച്ചു തരാം. അപ്പം ഈ ഒരു ലെവലിലാണ് നമുക്ക് ബ്രേക്ക് ഔട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് വെച്ചാൽ 18,431 ടു 18,446 വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ തന്നെ നമുക്ക് മാർക്കറ്റ് റേറ്റ് അനുസരിച്ചുള്ള ഇവിടെ ഡിസ്പ്ലേ ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ആ റേറ്റ് അനുസരിച്ചുള്ള ഇതിൻ്റെ കോൾ ഓപ്ഷൻ എടുക്കാം, ഡയറക്റ്റ് കോൾ ഓപ്ഷൻ എടുക്കാം. അപ്പോൾ അത് കണ്ട അതിപ്പോൾ നോക്കി വെച്ചാൽ മതി. അവിടെ നിന്ന് കയറി ഇപ്പോൾ അത് നിൽക്കുന്നത് 18,505 നിൽക്കുവാണ്. ഇപ്പോഴത് ബൈ ട്രെൻഡ് FINNIFTY ആണിത്. അപ്പോൾ ഇതും കണ്ടിന്യൂ ബൈ ട്രെൻഡിൽ തന്നെയാണ്. നമുക്ക് താഴത്തെ ബാർ കൺഫർമേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ബാറും കൺഫേമും പ്രൈസും ബൈസോണാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂ ബൈ ട്രെൻഡിലോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ലാസ്റ്റ് ഒരു റെസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ടോ ആ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്ത് കയറാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് എല്ലാ ചാർട്ടും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അതിൻ്റെ ഓപ്ഷൻസിൻ്റെ പ്രീമിയം ഏതൊക്കെ ഔട്ട്പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയത്തിൻ്റെ സെപ്പറേറ്റ് ചാർട്ടുണ്ട്. FINNIFTY ആണെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് ചാർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം ഞാനിപ്പം സോഫ്റ്റ്വെയറിൻ്റെ ഇപ്പോൾ കാണിക്കുന്നത് റിയൽ ടൈമിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിലും ഡയറക്റ്റായിട്ട് ഓഫീസ് വിസിറ്റ് ചെയ്യാം. നമ്മുടെ ഓഫീസ് 2009 തൊട്ടുള്ളതാണ്. നമ്മുടെ വരുന്നത് ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്തായിട്ട് ഓഫീസുണ്ട്. ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് വിസിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ തന്നെ ഇത് കാണിച്ചു തരാം. നിങ്ങൾ ഡയറക്റ്റ് എന്നെ വിളിച്ചാൽ മതി. എൻ്റെ പേര് Ganga Dev എന്നാണ്. 9061973737 ഈ നമ്പറിലുണ്ട്. ഒഫീഷ്യൽ വാട്സപ്പോട്ട് മെസ്സേജ് ഇടാൻ കോൾ ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കിട്ടാം. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂറ്റി വീഡിയോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ നമ്മുടെ ലാസ്റ്റ് റെസിസ്റ്റൻറ്റ് ലെവൽ വന്നിട്ടുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്ത് കയറാൻ തന്നെയാണ്, കയറും. താഴത്ത് ഇപ്പോഴും നമ്മുടെ കൺഫർമേഷൻ ബാർ ഗ്രീൻ പ്രൈസ് ബൈസ്. അപ്പോൾ മാർക്കറ്റ് ഇനി മേലോട്ട് തന്നെ കയറിപ്പോവും. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഡയറക്റ്റ് നമുക്ക് രാവിലെ ബൈ വന്നിട്ടുണ്ട്. അത് 41,101 വന്നായിരുന്നു. ഇപ്പോൾ 214 പോയിന്റ് 215 കയറിയിട്ട് നമുക്ക് ഡയറക്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ 3 ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 41,101 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ 41,100 അറ്റ് ദ മണിയില അല്ലെങ്കിൽ 41,000 ഇൻ ദ മണിയില അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണിയില നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാമായിരുന്നു. ഇതിൻ്റെ കോൾ നമുക്ക് നമ്മുടെ ചാർട്ടിൽ ഓൾറെഡി അതിൻ്റെ സെപ്പറേറ്റ് ചാർട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കത് നോക്കിയാൽ അതിൻ്റെ ഡയറക്റ്റ്, കാരണം പ്രീമിയം ചാർട്ടിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ് സിഗ്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എക്സിറ്റ് ലെവലും സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ എല്ലാം ആ ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഓൾറെഡി ഇത് കയറിപ്പോയേ. ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ എൻട്രി ചെയ്യാൻ ഓൾറെഡി ഇത് കൺഫേം ആയിരുന്നു, താഴത്തെ ബാറും പ്രൈസും. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾ റിസ്ക് എടുക്കാൻ പറ്റാത്തവർ ബ്രേക്ക് ഔട്ട് വന്ന ശേഷം കയറിയാൽ മതി. അവിടെ
അവിടെ നിന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ബാങ്ക് നിഫ്റ്റിയാണ്. ഇനിയിപ്പോൾ നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് ഓൾറെഡി ഇന്നലത്തെ ബൈ കണ്ടിന്യൂ ആണ്. കണ്ടിന്യൂഷൻ വരുമ്പോൾ ഈ ഒരു ലെവൽ ഇവിടെ ബ്രേക്കൗട്ട് വന്ന, അതായത് 17,790 വന്നിട്ട് 795 ഒരു ഔട്ട് ക്യാൻഡിൽ കയറിപ്പോൾ. അപ്പം നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ 790 ടു 790 നിന്ന് 98 വരെ കയറിയിട്ട്. അപ്പം നേരെ നമുക്ക് ഇതിൻ്റെ എന്താണ് കോൾ ഓപ്ഷൻ അപ്പം തന്നെ നമ്മൾ ആക്ച്വലി ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ വരുന്ന സമയത്ത് ഇത് ഓൾറെഡി ബൈ ട്രെൻഡിലാണല്ലോ. അപ്പം മാർക്കറ്റിന് ആ ലെവൽ അനുസരിച്ചുള്ള നിങ്ങൾക്ക് ഓപ്ഷൻ്റെ 2-3 നിയർ ബൈ സ്ട്രൈക്ക് പ്രൈസസ് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ബ്രേക്കൗട്ട് വരുമ്പോൾ നമ്മൾ എടുക്കുന്ന പുട്ടും കയറാൻ തുടങ്ങി. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് അതിനെ ബൈ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിപ്പം ഇതെന്ന് പറയുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മളിപ്പോൾ ടിപ്സ് എന്താണ് ടെലിഗ്രാം ചാനൽസിൽ അല്ലെങ്കിൽ ടിപ്സൊക്കെ വരുമ്പോഴത്തേക്ക് അത് ജസ്റ്റ് ലൈക്ക് ബ്ലൈൻഡ് ട്രേഡിങ്. സോഫ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആക്ച്വലി മാർക്കറ്റിനെ നിങ്ങൾ കാണിച്ചു തരുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാം, സ്വന്തമായിട്ട് തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാം, നമുക്ക് കോൺഫിഡൻ്റ് ഉണ്ട്. അതായത് നമ്മളാണ് മാർക്കറ്റിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, മാർക്കറ്റിൽ എന്താണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് കാണാം, ക്വിക്ക് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാം. അപ്പോൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ടിപ്സൊക്കെ ചെയ്യുമ്പോൾ ടിപ്സ് നമുക്ക് ഭയങ്കരമായിട്ട് എന്താണ് ലോസിലോട്ട് പോകാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല മാർക്കറ്റ് എങ്ങോട്ട് പോകണം. അവരൊരു എൻട്രി എക്സിറ്റും തരും, നമ്മൾ മാർക്കറ്റിനെ കാണുന്നില്ല. അപ്പോൾ സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ മാർക്കറ്റിനെയാണ് കാണുന്നത്. പിന്നെ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ പുതിയൊരു സ്ട്രാറ്റജി വരും. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് അപ്ഡേഷൻ ഫ്രീ ആണ്. ഞാൻ പറയുന്ന പോലെ സോഫ്റ്റ്വെയറിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ വിളിക്കാം. അപ്പം ഞാൻ ഇന്ന് കാണിച്ചിരുന്ന റിയൽ ടൈമിലാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആരോ കാണിക്കും. ഫസ്റ്റ് ആരോ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 കൺഫർമേഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഫസ്റ്റ് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ താഴത്തെ ബാർ, ബൈ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറിൽ താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം, പ്രൈസിൻ്റെ ബൈ സോൺ ആയിരിക്കണം. പിന്നെ എന്താണ് നമുക്ക് ഈ റെഡ് സ്റ്റാർ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്, താഴത്തെ ബ്ലൂ സപ്പോർട്ട് ലെവലാണ്. റെസിസ്റ്റൻസ് സപ്പോർട്ട് ഇതിനകത്ത് തന്നെ കാണിക്കും. സൈഡ് വേസിൻ്റെ ഇൻഡിക്കേഷൻ ഇതിനകത്ത് തന്നെ കാണിക്കും. കേട്ടോ, നോർമൽ നമ്മുടെ ക്യാൻഡിൽ കളർ റെഡും ഗ്രീനും ആണ്. റെഡും ഗ്രീനും അല്ലാതെ വരുന്ന എല്ലാ കളേഴ്സും സൈഡ് വേയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2 സ്കാനേഴ്സ് അവൈലബിൾ ആണ്. ഈ സ്കാനർ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഫസ്റ്റ് സ്കാനർ നമ്മുടെ 1.1 ആണ്. നമുക്ക് ട്രെൻഡ് ഡയറക്റ്റായിട്ട് കാണിച്ചു തരും. അതുപോലെ ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്കാനറും ഉണ്ട്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഒരു സ്കാനറും കൂടെ നമ്മുടെ പുതിയ വേർഷൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞോളൂ, ഇതെല്ലാം ഞാൻ കാണിച്ചത് നിങ്ങൾ ലൈവിലാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ലൈവ് ഡെമോ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് ഓഫീസ് വിസിറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും കോൾ ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.